ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. നോക്കാം നിങ്ങൾക്കുള്ള ഇന്നത്തെ ഗൈഡൻസ് എന്താണ്, ഇന്ന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഇന്ന്. നിർത്തിയിട്ടിരുന്ന കാര്യങ്ങൾ, എന്തൊക്കെയോ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ തുടങ്ങുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ഇതൊരു യാത്രയായിരിക്കും കേട്ടോ. നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകണമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിരുന്ന കാര്യം ഇന്നത്തെ ദിവസം നിങ്ങൾ വീണ്ടും ഇന്നത്തെ ദിവസം പോകാൻ തീരുമാനിക്കുന്ന ഒരു എനർജി ഉണ്ട്. ഇതിൽ ചില ആൾക്കാർ ഇത് ഒറ്റയ്ക്കാണ് പോണത്. ഇപ്പോൾ ഒറ്റയ്ക്കൊരു യാത്ര പോകുന്ന ആൾക്കാരുടെ എനർജി, അത് ചിലപ്പോൾ ഓഫീസ് സംബന്ധമായ എന്തെങ്കിലും കാര്യത്തിനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കൊരു യാത്ര പോകുന്നതായിരിക്കാം. ഇതിൽ കുറച്ച് പേടിയും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് തടസ്സങ്ങൾ വരും എന്നൊക്കെ ഉള്ളൊരു ചിന്തയുണ്ട്. പക്ഷേ കുറച്ച് റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ധൈര്യപൂർവ്വം നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇത് യാത്ര പോകാത്ത ആൾക്കാർ ഇന്നത്തെ ദിവസം നിങ്ങൾ നേരത്തെ നിർത്തി വെച്ചിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം വീണ്ടും തുടങ്ങുന്നു. പക്ഷെ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കാര്യമായിരിക്കാം, നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി ആയിരിക്കാം. അതിൻ്റെ ഒരു ഫ്ലോ പോയി കാണും. ചിലപ്പോൾ കുറച്ച് കാലം നിങ്ങളത് ചെയ്യാതിരുന്നപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ പോയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇന്ന് നിങ്ങളത് ഒരു ഗൈഡൻസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങളത് ചെയ്യുന്നു, നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഇതും ഒരു ട്രാവലാണ് കേട്ടോ. ഇന്ന് ട്രാവൽ പറയുന്നുണ്ട്. നിങ്ങൾ ചില ആൾക്കാർ ഇത് ഒരു വിദേശ യാത്രയാണ് എന്ന് കാണുന്നുണ്ട്. അങ്ങനെ ചിലപ്പോൾ കുറേ കാലം നിങ്ങൾ വന്നിട്ട് തിരിച്ച് പോകാതിരുന്ന ആൾക്കാർ അങ്ങനെ പോകുന്ന എനർജി ഉണ്ട്. പിന്നെ അല്ലാത്ത ഒരു ട്രാവൽ വന്നിട്ട് തിരികെ പോകുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. പിന്നെ ലക്കാണ്. അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുകൂലമായി ചില തീരുമാനങ്ങൾ വന്നേക്കാം. കോടതി സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായുള്ള തീരുമാനങ്ങൾ ഇന്നത്തെ വരാനുള്ള സാധ്യതയുണ്ടെന്ന് കാണുന്നത്. പിന്നെ നിങ്ങൾ ഓഫീസ് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടിരിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുകൂലമായിട്ട് അവിടെ നിന്നും ഒരു തീരുമാനം വന്നേക്കാം. ഭാഗ്യവും പ്രയത്നവും ഒക്കെ ഇന്നത്തെ ദിവസം ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലം ഭാഗ്യമായിട്ട് വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഫലമായിരിക്കാം, നിങ്ങളുടെ നല്ല കർമ്മയുടെ ഫലമായിരിക്കാം. എന്തായാലും ഇന്നത്തെ ദിവസം ലക്കാണ്. പൊതുവെ ഒരു നല്ല ഒരു ദിവസമാണ് കേട്ടോ. ഇന്നത്തെ എനർജി നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. ഒരു ആക്റ്റീവായിട്ടുള്ളൊരു എനർജിയാണ് ഇന്ന്. മടി പിടിച്ചിരിക്കാതെ നിങ്ങളൊന്ന് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒരു പുതിയ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഓഫറുമായിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി ഉണ്ട്. ഒരു പുതിയ റൊമാൻറ്റിക് സൈക്കിൾ തുടങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ ഇത് നിങ്ങളെക്കാളും കുറച്ച് യങ് ഏജ് ആയിട്ടുള്ള ഒരാളായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു പ്രണയവും സ്നേഹവും ഒക്കെ തോന്നുന്ന ഒരു സമയമാണ്. ഇപ്പോൾ നമ്മൾ പ്രായത്തിലല്ല കാര്യം എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഈ സമയം ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നമ്മൾ കുറച്ച് ആയിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പം മനസ്സുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുന്ന ഒരു എനർജിയാണ്. ഇതിൽ നിരാശപ്പെട്ടിരുന്ന ആൾക്കാർക്ക് എന്തോ ഒരു ഭാഗ്യം വരുന്ന പോലെ, എവിടെന്നോ ഒരു സഹായം വന്നിരുന്ന പോലത്തെ ഒരു എനർജിയാണ്. നിങ്ങൾ ചില കാര്യങ്ങളിൽ നിങ്ങൾ ഇതുവരെയും കിട്ടിയില്ലല്ലോ, ഇതുവരെയും നടന്നില്ലല്ലോ, ഞാൻ ചെയ്ത എഫേർട്ടൊന്നും ഫലിക്കുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാർക്ക് ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ ഇന്നത്തെ ദിവസം ഒരു കാര്യം സംഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇന്നൊരു ഓഫർ വരുന്നുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ അപ്രതീക്ഷിതമായിട്ടൊരു ഓഫർ വരുന്ന ഒരു എനർജിയാണ്.
നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ ടെസ്റ്റൊക്കെ എഴുതുന്ന ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഫലം നിങ്ങൾക്ക് ഇന്നത് അവിടെ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡിവൈൻ ഗൈഡൻസും ഡിവൈൻ ബ്ലെസ്സിങ്സും ഒക്കെ ഇന്നത്തെ ദിവസം ഉണ്ടെന്നാണ് കാണുന്നത്. ഏസ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഇതിൽ. ഒരു പുതിയ ഒരു കാര്യം, പൈസയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ കാര്യം, ഒരു പ്രോഗ്രാം നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഒരു പുതിയ കാര്യം, എന്തോ ഒരു പുതിയ കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജി. നിങ്ങൾ വളരെ വലിയ സ്വപ്നമാണ്, നിങ്ങളുടെ സ്വപ്നം വളരെ വലുതാണെന്ന് കാണുന്നുണ്ട് ഇതിൽ. കുറേ ആൾക്കാർ നമ്മൾ സ്വയം ചെയ്യേണ്ട പല കാര്യങ്ങളും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് നിന്നിട്ട് ഇപ്പോഴാണ് നിങ്ങളത് തിരിച്ചറിയുന്നത്. നമ്മൾ തന്നെ ഉണ്ടായിരുന്ന കാര്യമാണ്, നമ്മളാണിത് ചെയ്യേണ്ടത്. മറ്റുള്ളവർ ചെയ്തതിനേക്കാളും ഭംഗിയായിട്ട് നമുക്കിത് ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റും. ഇത് എന്നിൽ മാത്രം നിക്ഷിപ്തമാണ്, അതെനിക്ക് അതിനുള്ള കഴിവുകളുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഇന്ന് തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ഇതിൽ ഒരു കസ്തൂരി മാനിനെ പോലെ ഉള്ളൊരിതാണ് കാണുന്നത്. നിങ്ങളിലുള്ള ആ ഒരു കഴിവുകൾ അല്ലെങ്കിൽ നിങ്ങളിലുള്ള ആ ഗുണങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. കണ്ടെത്തി നിങ്ങൾ അതിന് വേണ്ടും വണ്ണം നിങ്ങൾ പരിപോഷിപ്പിക്കുന്ന ഒരു എനർജിയാണ്. അതിനെ കണ്ട് നിങ്ങൾ അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്ക് നമ്മളിലുള്ള കാര്യങ്ങളൊന്നും കാണാതെ നമ്മൾ മറ്റുള്ളവരിൽ മാത്രം അവർ സപ്പോർട്ട് ചെയ്തെങ്കിൽ അല്ലെങ്കിൽ അവരിലാണ് ആ കഴിവുകളുള്ളതൊക്കെ വിചാരിച്ച ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം കസ്തൂരിമാനെ പോലെ, കസ്തൂരി നമ്മളിൽ തന്നെയാണ് ഇരിക്കണതെന്ന് ഒരു ചിന്ത, അങ്ങനെ ഒരു കണ്ടുപിടുത്തം നിങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. കോൺഫിഡൻസ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളത്. ടെൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ചിലർ ഒരു ഓവർ വർക്ക് ചെയ്യേണ്ട ഒരു സമയമുണ്ട്. ഇന്ന് ചെയ്ത് തീർത്ത് കൊടുക്കേണ്ട കുറേ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി കുറേ സ്ട്രഗിൾ ചെയ്യും, കുറേ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരു കർമ്മഭാരം ചുമക്കുന്ന ആൾക്കാരുടെ എനർജിയാണ്. അപ്പം നിങ്ങളുടെ ഒരു കാർമിക് സൈക്കിൾ എൻഡ് ആകുന്നതിൻ്റെ ഫലമായിട്ട് കുറേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങൾ ഈ ഒരു സമയം. അപ്പോൾ ആ ഒരു സൈക്കിൾ എൻഡ് ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ കർമ്മത്തിൻ്റെ ഫലം അത് നമ്മൾ അനുഭവിച്ച് തന്നെ തീരുള്ളൂ കേട്ടോ. പിന്നെ നമ്മളത് നന്നായിട്ട് പ്രാർത്ഥനകളിലൂടെ സൽക്കർമ്മങ്ങളിലൂടെയൊക്കെ നമുക്കത് കുറേ നമുക്ക് ഇളവ് കിട്ടും. നമ്മൾ ഈ പ്രാർത്ഥനകളൊക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് കുറേ ഒരുമിച്ച് വരും. അപ്പോൾ പല ആൾക്കാരും പറയാറുണ്ട്, ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, പ്രാർത്ഥനകളൊക്കെ തുടങ്ങിയപ്പോൾ സ്ട്രഗിൾ ഭയങ്കര കൂടി, പ്രശ്നങ്ങൾ കൂടി എന്നൊക്കെ പറയാറുണ്ട്. അത് നമ്മൾ പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ നമ്മളുടെ ആ കർമ്മ റിലീസാകും പെട്ടെന്ന്, വളരെ പെട്ടെന്ന്, കുറച്ച് കാലം കൊണ്ട് തന്നെ അത് പെട്ടെന്ന് അത് റിലീസാകും. അത് ഒറ്റയടിക്ക് ചെയ്യും. ചിലപ്പോൾ ഒരു 10 വർഷം കൊണ്ട് നമ്മൾ തീരേണ്ട കർമ്മം ചിലപ്പോൾ അതൊരു വർഷം കൊണ്ട് തീരും, അല്ലെങ്കിൽ 6 മാസം കൊണ്ട് തീരും. അപ്പോൾ ആ ഒരു സ്ട്രഗിള് നമ്മൾ അനുഭവിക്കണം കേട്ടോ. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് മാത്രമേ അത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, എന്നാലേ അത് റിലീസ് ആവുള്ളൂ. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാതിരുന്നാൽ വീണ്ടും അത് സ്റ്റോർ ചെയ്ത് വെക്കും, വേറൊരു സിറ്റുവേഷനിൽ അത് നമ്മൾ വീണ്ടും അനുഭവിക്കേണ്ടി വരും. അപ്പം നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, കർമ്മ റിലീസ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. അത് തിരിച്ചറിയാനും അത് അഡ്ജസ്റ്റ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും ഉള്ള ഒരു കഴിവ് നമുക്കുണ്ടായാൽ മതി, ആ ഒരു മനസ്സ് നമുക്ക് കിട്ടിയാൽ മതി. പലപ്പോഴും ഉള്ള പ്രശ്നം, നമുക്കൊരു കാര്യം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. ഒരു കാര്യം സംഭവിച്ചു, അത് സംഭവിക്കാതിരുന്നെങ്കിൽ എന്നാണ് ചിന്തിക്കുന്നത്. ആൾറെഡി അത് സംഭവിച്ചു പോയ കാര്യമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കാതിരിക്കുക. ആ ഒരു കാര്യം ആൾറെഡി സംഭവിച്ചു കഴിഞ്ഞു, ഇനി അതിനെന്ത് സൊല്യൂഷനുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണമെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. നമ്മളെപ്പോഴും അയ്യോ ഇത് സംഭവിക്കാതിരുന്നെങ്കിൽ ഒരിക്കലും സത്യമാവല്ലേ എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം ആൾറെഡി അത് നടന്നു കഴിഞ്ഞ കാര്യമാണ്. അപ്പം നമ്മളത് ഇത് സംഭവിച്ചു എന്ന് ആദ്യം അക്സെപ്റ്റ് ചെയ്താൽ അതിൻ്റെ സൊല്യൂഷൻ വരും. അപ്പോൾ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത്. പറ്റിപ്പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതല്ല വേണ്ടത്. അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പ്രസൻറ്റിലായിരുന്നാൽ നമുക്കെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ അങ്ങനെയാണ് വേണ്ടത്. എക്കാർട്ട് ടോളയുടെ ഒരു പുസ്തകമുണ്ട്, ദ പവർ ഓഫ് നൗ. നിങ്ങൾ എപ്പോഴെങ്കിലും പറ്റുമെങ്കിൽ ആ പുസ്തകം ഒന്ന് വാങ്ങി വായിക്കുന്നത് നല്ലതായിരിക്കും. ഈ നിമിഷത്തിൽ നമ്മൾ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത, ഈ നിമിഷം എന്താണ് നമുക്ക് തരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. ആ ഒരു പുസ്തകം ശരിക്കും നിങ്ങളെ ഉപയോഗപ്പെടും. നിങ്ങൾക്കത് അതൊന്ന് വാങ്ങുക, ഓൺലൈനിലുണ്ട്. അപ്പം നിങ്ങളതൊന്ന് വാങ്ങി വായിക്കുന്നത് വളരെ നല്ലതാണ്. മലയാളം ഇംഗ്ലീഷും ഒക്കെ ഉണ്ട്, നോക്കാം.
അടുത്തായിട്ട് എന്താണ് കിട്ടാൻ പോകണം. ടെമ്പറൻസ് ആണ്. ഒരു പീസ്ഫുൾ എനർജിയാണ് ഇന്നത്തെ ദിവസം. ഒരു ഹാർമണി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നമുക്ക് എല്ലാം എന്ത് കാര്യം വന്നാലും അതിനെയൊക്കെ അങ്ങ് നമുക്ക് മറികടക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ചിന്ത, വലിയ ഭാരം ചുമക്കുന്ന ആൾക്കാരുടെ ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങളൊരു കുറച്ച് ലൈറ്റായിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഹൃദയത്തിൽ എത്ര വലിയ ഭാരം എടുത്തു വെച്ചാലും നമ്മളത് ചെയ്യണം, വെച്ചില്ലെങ്കിലും അത് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒരു സാക്ഷിഭാവത്തിൽ നിന്ന് ഈ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുക. ഈ നിമിഷത്തിൽ നമ്മൾ ജീവിക്കുക. കാരണം ഇതിലൊരു ബാലൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ വരുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള കാര്യങ്ങളൊന്നും സ്ഥിരമായിട്ട് നിൽക്കാൻ പോകുന്നതല്ല എന്ന് എപ്പോഴും മനസ്സിലാക്കണം. അത് സന്തോഷമാകട്ടെ ദുഃഖമാകട്ടെ ഒന്നും തന്നെ സ്ഥായിയല്ല. ഇതെല്ലാം കടന്നു പോകും, ഈ സമയവും കടന്നു പോകും. അതെപ്പോഴും മനസ്സിലാക്കി ഒരു സാക്ഷിഭാവത്തിൽ ഇരുന്നാൽ നമുക്ക് എല്ലാം, സന്തോഷം വന്നാലും അങ്ങ് ഒരുപാട് അതിൽ പെട്ടുപോണ്ട, സങ്കടം വന്നാലും അതിൽ പെട്ടുപോണ്ട. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സ്ട്രെങ്ത് കാർഡാണ്. നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം ഇന്ന് നിങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ മനസ്സിങ്ങനെ നമ്മൾ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കും. ആവശ്യമില്ലാത്ത പാസ്റ്റിൽ നടന്ന ഇൻസിഡൻറ്റിനെ കുറിച്ച് നമ്മൾ ജഡ്ജ് ചെയ്യും. ഇപ്പം ആദ്യം ചെയ്യേണ്ടത് ഈ ജഡ്ജ് ചെയ്യുന്നത് ഒഴിവാക്കുക. ഒരു വ്യക്തികളെയും ഒരു സാഹചര്യത്തെയും നമ്മൾ ജഡ്ജ് ചെയ്യാതിരിക്കുക. മറ്റുള്ള വ്യക്തികളെ പ്രത്യേകിച്ചും നമ്മൾ ജഡ്ജ് ചെയ്യാതിരിക്കുക. കാരണം ഓരോരുത്തരും ഓരോ കർമ്മയും കൊണ്ട് വരുന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് അവരത് ചെയ്തു തീർക്കട്ടെ എന്ന് വിചാരിക്കുക. നമ്മൾ പോയി ഇടപെട്ട് അവരുടെ കർമ്മത്തിൻ്റെ പകുതി നമ്മൾ വാങ്ങിക്കാതിരിക്കുക. ഇന്ന് നമ്മളുടെ മനസ്സിൻ്റെ നിയന്ത്രണം നമ്മളുടെ കയ്യിൽ തന്നെയാണെന്നുള്ളത്. അപ്പം ഈ ഒരു സിംഹം, അത് കാട്ടിലെ രാജാവാണ് സിംഹം. സിംഹത്തിന്റെ നിയന്ത്രണം നമ്മളെ കയ്യിലെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് അത്രയും പവർഫുൾ ആണ് എന്നുള്ളതാണ്. ആ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം എന്നുള്ളതാണ്. അത് ഈസി ആയിട്ട് പറ്റും എന്നുള്ളതാണ്. ചില ടെക്നിക്സ് ഉണ്ട്, നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കുറേ ടെക്നിക്സ് ഉണ്ട്. നമ്മൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രാണായാമം. അത് ചെയ്യുക. അത് ഒരു 10 മിനിറ്റ് എങ്കിലും രാവിലെയും വൈകുന്നേരം 10 മിനിറ്റ്സ് വീതമെങ്കിലും നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ മനസ്സിനെ കുറേ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. പലരും പല തരത്തിലുള്ള ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതിൽ പെട്ടുപോകണം എന്തുകൊണ്ടാണ്, അതിൽ കിട്ടുന്ന ഒരു സുഖത്തിൽ ഇപ്പോൾ അത് കഴിഞ്ഞു പോയാൽ അതിൽ തന്നെ ഇരിക്കും. അപ്പം നമുക്ക് റിയാലിറ്റിയിലോട്ട് വരാൻ പറ്റൂല. ഇപ്പോൾ ഒരു ചീറ്റിംഗ് ആണ് സംഭവിച്ചെങ്കിൽ അതിന് മുന്നേ സംഭവിച്ച കുറേ കാര്യത്തിൽ അതിൽ നിന്ന് കിട്ടി അത് നമുക്ക് കംഫർട്ടബിൾ ആയിരുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ഈ ചീറ്റിംഗ് നമുക്കൊന്നും ആയിട്ട് തോന്നൂല. അപ്പം അതിൽ നിന്ന് പുറത്തിറങ്ങാനും പറ്റില്ല. നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വരിക, യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്നിട്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക. നമ്മുടെ മാനസിക നിയന്ത്രണം ഏറ്റവും വലിയ കാര്യം. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ചാൽ മനസ്സ് പറയും അത് ചെയ്തോ. അപ്പോൾ 10 പ്രാവശ്യം മനസ്സിങ്ങനെ പറയുമ്പോൾ നമ്മളത് പോയി ചെയ്യും. മനസ്സിനെ ഒരു പ്രത്യേക കാര്യമായിട്ട് മാറ്റി നിർത്തുക. അതിനാണ് ഈ മനസ്സിനെയൊക്കെ നിയന്ത്രിക്കാനാണ് ഈ ലൈറ്റ് ലാംഗ്വേജ്, ലൈറ്റ് കോഡ് ആക്ടിവേഷനൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ലൈറ്റ് ലാംഗ്വേജ്, അപ്പോൾ അത് ബോർഡ് ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ഒരു ചാനൽ പോയി കണ്ടാൽ ലൈറ്റ് ലാംഗ്വേജ് എന്താണെന്ന് മനസ്സിലാകും. അതിനകത്ത് ലൈറ്റ് ലാംഗ്വേജ് ഉണ്ട്. ഒരുപാട് നമ്മളത് കേട്ടോണ്ടിരിക്കുക, നമുക്കൊന്നും മനസ്സിലാവില്ല. നമുക്ക് ആ ലൈറ്റ് ലാംഗ്വേജ് കേട്ടാൽ ഒന്നും മനസ്സിലാവില്ല. ഒന്നും മനസ്സിലാകരുത് എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശവും. നമ്മുടെ മനസ്സിനത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മനസ്സ് ഇങ്ങനെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും, അത് അങ്ങനെയല്ല ഇതിങ്ങനെയല്ല എന്ന്. അപ്പം മനസ്സ് മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ്. കാരണം അതൊരു 5th ഡയമെൻഷൻ മുതലുള്ളൊരു കാര്യമാണ് ലൈറ്റ് ലാംഗ്വേജ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഇങ്ങനെ ഇതിൽ പറയാൻ പറ്റില്ല, സമയം പോവും. അപ്പം നിങ്ങൾ ആ ചാനലൊന്ന് കണ്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം അതിൽ ഒരുപാട് നല്ല നിങ്ങൾക്ക് ഉള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് കാണും. പിന്നെ പെട്ടെന്ന് അത് മനസ്സിലാവില്ല കേട്ടോ. അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചുകൂടെ ഒരു ഹയർ ലെവൽ സോളുകൾക്ക് മാത്രമേ അത് അത്രയും പറഞ്ഞാൽ മനസ്സിലാവൂ. ലൈറ്റ് ലാംഗ്വേജ് എന്താണെന്നൊക്കെ പറയുമ്പം അത് ചില ആൾക്കാർക്ക് അത് അറിയായിരിക്കും, കുറച്ച് ആൾക്കാർക്ക് കുറച്ചുകൂടി അത് വരണമായിരിക്കും. ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യമാണ് ലൈറ്റ് ലാംഗ്വേജ്, ലൈറ്റ് കോഡൊക്കെ. അപ്പോൾ അത് പെട്ടെന്ന് അതിങ്ങനെ ഇപ്പം ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. എല്ലാവർക്കും പെട്ടെന്ന് അറിയണം എന്നില്ല അത്. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക, അതിനകത്തുള്ളത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ സ്ട്രെങ്ത് ആണ്. അപ്പം നിങ്ങളുടെ ശക്തിയും നിങ്ങളുടെ കഴിവും നിങ്ങളുടെ നെഗറ്റീവും എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചറിയുന്ന ഒരു ദിവസമാണ് ഇന്നാണെന്ന് കാണുന്നത്.
സൺ ഗാർഡ് വന്നിട്ടുണ്ട്, മതി. ഇപ്പം നല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സൂര്യൻ ഉദിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പല കാര്യങ്ങളും എൻ്റെ ആക്കി കളയേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോഴും ഇരുട്ടത്തിരിക്കാതിരിക്കുക. ചില സിറ്റുവേഷൻ നമുക്ക് എത്ര വിചാരിച്ചാലും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അത് നമ്മളതിൽ എൻജോയ് ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ അത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ. ചില റിലേഷൻഷിപ്പ് ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ അത് കട്ട് ചെയ്യേണ്ട ചില റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷെ നമുക്കത് പറ്റൂല, അത് കട്ട് ചെയ്യാൻ പറ്റൂല. അയ്യോ അത് എന്നെ വേണം എന്ന് വിചാരിച്ച് അതിലുള്ള നെഗറ്റീവ് മുഴുവൻ എടുത്ത്, അതിൽ കുറേ തേർഡ് പാർട്ടീസ് ഉണ്ടാവും, അവരുടെ മുഴുവൻ നെഗറ്റീവ് എടുത്ത്, ഈ കാർമിക്കായിട്ടുള്ള ആ വ്യക്തിയുടെ നെഗറ്റീവ് എടുത്ത് നമ്മളതിൽ പെട്ടുപോകും. അപ്പോൾ നമുക്കൊരിക്കലും നമുക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവില്ല. അതും മനസ്സിലാക്കുക. നമ്മൾ ചില റിലേഷൻഷിപ്പുകൾ എന്ന് വെച്ചാൽ നമ്മളെ സ്പിരിച്വൽ ആക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ചില റിലേഷൻഷിപ്പ് ഉണ്ട്. ആ റിലേഷൻഷിപ്പിൽ നമ്മൾ പിന്നെ അതിൽ തന്നെ പെട്ട് കിടക്കരുത്. അതിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മളായിട്ട് നിൽക്കാൻ ശ്രമിക്കുക. നമ്മളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിലേഷൻഷിപ്പ് വരുന്നത് പോലും. നമ്മൾ എന്തെന്ന് മനസ്സിലാക്കാൻ, നമ്മളെ മനസ്സിലാക്കാൻ വരുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പെയിന് കിട്ടുന്നത്. ആ ഒരു കാര്യം എൻ്റെ ആക്കേണ്ട കാര്യം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു സണ്ണിൻ്റെ എനർജി വരുന്നത്. വളരെ സന്തോഷവും സമാധാനവും പ്രത്യാശയും ഒക്കെ കിട്ടുന്നത് ആ സമയത്താണ്. നിങ്ങൾ ഇന്നൊരു സണ്ണിൻ്റെ എനർജിയിലാണെന്നാണ് കാണുന്നത്. 6 ഓഫ് വാൻസിൻ്റെ എനർജിയാണ് ബോട്ടം വന്നിട്ടുള്ളത്. വിക്ടറി ആൻഡ് 6 ആണ് ഓവറോൾ എനർജി. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ ഒരു വിജയമാണ് വരുന്നത് എന്നാണ് കാണുന്നത്. വളരെ സന്തോഷമാണ്. എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.